പ്രേക്ഷകരെ, SFIയുടെ കാടത്തപരമായ സമീപനത്തിന് വീണ്ടും കേരളത്തിലെ ക്യാമ്പസ് സാക്ഷ്യം വഹിക്കുകയാണ്. കോളേജ് ക്യാമ്പസിൽ ഒരു വൈസ് ചാൻസലറുടെ പ്രതീകാത്മക ശവസംസ്കാരം നടത്തി SFIയുടെ കാടത്തം. കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ കോലമാണ് സംസ്കൃത സർവകലാശാല ക്യാമ്പസിൽ എത്തിച്ച് അന്ത്യകർമ്മങ്ങൾ നടത്തിയത്. സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അധ്യാപികയുടെ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങുകൾ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, SFIയുടെ ഈ നടപടി ആദ്യത്തേതല്ല. നമ്മൾ നേരത്തെ കണ്ടതാണ് ശവമഞ്ചം ഒരുക്കിയത്. ഒരു കോളേജ് പ്രിൻസിപ്പലിന്റെ ശവമഞ്ചം ഒരുക്കിയ കാഴ്ച നമ്മൾ പാലക്കാട്ട് കണ്ടതാണ്. വീണ്ടും അത് ആവർത്തിക്കുകയാണ്. സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറുടെ കോലമെത്തിച്ച് ശവസംസ്കാര കർമ്മങ്ങൾ ക്യാമ്പസിനുള്ളിൽ നടത്തുകയാണ്. ഇത്രയും വലിയ ഗുരുനിന്ദ അവർ വീണ്ടും വീണ്ടും തുടരുകയാണ്. SFIയുടെ കാടത്തം ഏത് ക്യാമ്പസിലായിരുന്നു, എന്തായിരുന്നു പശ്ചാത്തലം? രേഷ്മ ബാബു. വിനോദ്, ഗുരുനിന്ന SFIക്ക് പുത്തരിയല്ല. കാരണം 2016 പാലക്കാട് വിക്ടോറിയ കോളേജിൽ സരസു ടീച്ചർക്ക്, അവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന സരസു ടീച്ചർക്ക് ശവമഞ്ചം അല്ലെങ്കിൽ ശവക്കല്ലറ ഒരുക്കിക്കൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഇതേപോലൊരു സമരാഭാസം SFI നടത്തിയത്. ഇപ്പോഴിതാ കാലടി സംസ്കൃതം സർവകലാശാല VCയുടെ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങുകൾ SFI നടത്തിയിരിക്കുകയാണ്. ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം തുടരുന്നതിനിടയിലാണ് പ്രതിഷേധ സമരം എന്നുള്ള രീതിയിൽ SFI പ്രവർത്തകർ അവിടേക്ക് എത്തിയത്. സിസ തോമസിന്റെ പ്രതീകാത്മകമായിട്ടുള്ള കോലം, അതിൽ ശവസംസ്കാര ചടങ്ങുകൾ, അന്ത്യകർമ്മങ്ങൾ നടത്തിയിട്ടുള്ളത് ക്രൈസ്തവ ആചാരം അല്ലെങ്കിൽ ക്രൈസ്തവ രീതിയിലായിരുന്നു ഈ അന്ത്യകർമ്മങ്ങളൊക്കെ തന്നെ നടത്തിയത്. സിസ തോമസ് ക്രിസ്ത്യൻ ആയതുകൊണ്ടാണ് ക്രൈസ്തവ രീതിയിലുള്ള ഈ ശവസംസ്കാര ചടങ്ങുകൾ SFIക്കാർ നടത്തിയിട്ടുള്ളത്. അതിനുശേഷം സിസ തോമസിനെയും അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളെയും കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. അതായത് നേരത്തെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SFI ചില സമരങ്ങൾ ഈ സർവകലാശാലയിൽ നടത്തിയിരുന്നു. അതിൽ സിസ തോമസിനെതിരെ ചില സമരങ്ങൾ അത് വലിയ രീതിയിൽ കയ്യേറ്റത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം സർവകലാശാല ക്യാമ്പസിൽ നടന്നത്. ഈ സർവകലാശാല ക്യാമ്പസിൽ നടക്കുന്ന സിൻഡിക്കേറ്റ് യോഗം അത് തുടരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു SFIക്കാർ ഈ അവരുടെ VCക്ക് പ്രതീകാത്മകമായിട്ട് അന്ത്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളത്. ഏറെ ആഭാസത്തരം അല്ലെങ്കിൽ ഒരു ഗുരുനിന്നേക്കാൾ ഉപരി അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം അധ്യാപികയായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് ഇത്തരത്തിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. SFIക്കാർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേരത്തെ സമരം നടത്തിയിരുന്നുവെങ്കിലും SFIക്കാരുടെ ഒരു രീതി എന്ന് പറയുന്നത് സിസ തോമസിനെ എങ്ങനെയും അവിടെ നിന്ന് മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. കാരണം നേരത്തെ അവിടെ ഉണ്ടായിരുന്ന VCയെ മാറ്റിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു തോറ്റ വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ള ആക്ഷേപത്തിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിനുശേഷമാണ് സിസ തോമസ് കാലടി സംസ്കൃത സർവകലാശാലയുടെ VC എന്ന അധിക ചുമതല കൂടി ഏറ്റെടുക്കുന്നത്. സിസ തോമസ് അന്നു മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങളുമായിട്ട് SFI മുന്നോട്ട് പോകുന്നുണ്ട്. അവിടുത്തെ ഇടത് അധ്യാപകരും അതേ സമാനമായിട്ടുള്ള നിലപാട് തന്നെയാണ് സിസ തോമസിനോട് പുലർത്തിപ്പോരുന്നത്. നമ്മൾ ഈ ഒരു വിഷയം വാർത്തയായതിനു ശേഷം സിസ തോമസിനെ വിളിച്ച് അവരുടെ പ്രതികരണം തേടിയിരുന്നു. അവർ പറഞ്ഞത് എല്ലാ ലിമിറ്റുകളും എല്ലാ അതിരുകളും ഈ പറയുന്ന SFIക്കാർ കടന്നിരിക്കുകയാണ്, എല്ലാ ലിമിറ്റുകളും ഭേദിച്ചിരിക്കുന്നു. മാത്രമല്ല ഇന്നലെ നടന്നത് കേവലം ഒരു പ്രതീകാത്മകമായിട്ടുള്ള സംസ്കാര ചടങ്ങുകൾ മാത്രമല്ല, കയ്യേറ്റം ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ നടന്നിട്ടുണ്ട്. അവര് സിസ തോമസിനെ മാത്രമല്ല സിൻഡിക്കേറ്റ് അംഗങ്ങളെയും കയ്യേറ്റം ചെയ്ത് അത് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നായപ്പോൾ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് രാത്രി 8 മണിക്ക് സിസ തോമസിന് പുറത്തിറങ്ങാൻ സാധിച്ചത്. അതായത് ഈ സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന ബിൽഡിങ്ങിന്റെ പുറത്ത് SFIക്കാർ തമ്പടിക്കുകയായിരുന്നു. ഈ ഗ്രില്ല് വെച്ച് അടച്ചിരുന്നു. നേരത്തെ സിൻഡിക്കേറ്റ് യോഗത്തിലേക്ക് ഇവർ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർ തന്നെയാണ് ഗ്രില്ല് വെച്ച് അടച്ചത്. പക്ഷേ ഈ യോഗം കഴിഞ്ഞതിന് ശേഷം ഇവരെ പുറത്തിറക്കാത്ത രീതിയിൽ ഒരു തടയുന്ന സാഹചര്യത്തിലേക്കും സംഘർഷത്തിലേക്കും അല്ലെങ്കിൽ കയ്യേറ്റത്തിലേക്കും കാര്യങ്ങൾ എത്തുകയായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ സിസ തോമസ് പറഞ്ഞിട്ടുള്ളത് എല്ലാ ലിമിറ്റുകളും ഭേദിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് SFIക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. തന്നെ ഏത് വിധത്തിലും ഓടിച്ചു വിടുക എന്നുള്ള ഒരു ഉദ്ദേശവും ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. അതിൽ ചില
തൽപര കക്ഷികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് SFIക്കാർ ഇത്തരമുള്ള ആഭാസ സമരങ്ങളിലേക്ക് കടക്കുന്നത്. എന്തായാലും താൻ ഇന്ന് ക്യാമ്പസിലേക്ക് വരുന്നില്ല, ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് തന്നെയാണ് VC പറയുന്നത്. മന്ത്രി റോജി എം ജോൺ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ സിസ തോമസും പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് റോജി എം ജോൺ. ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും 2016 പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന സരസു ടീച്ചർക്ക് സംഭവിച്ചതുപോലെ അതേ തോതിലുള്ള ഒരു കാടത്തം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആഭാസ സമരം തന്നെയാണ്, അത് വലിയ രീതിയിലുള്ള ഗുരുനിന്ദ തന്നെയാണ് സിസ തോമസിനും സംഭവിച്ചിരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള ചില എതിർപ്പുകളുടെ പേരിൽ, മറ്റ് ചില കാര്യങ്ങളുടെ ഒക്കെ പേരിൽ തൽപര കക്ഷികൾക്ക് വേണ്ടിയിട്ടാണ് SFIക്കാർ ഇത്തരത്തിലുള്ള ഗുരുനിന്ദ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ABUP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. നാളുകളായിട്ട് കാലടി സംസ്കൃത സർവകലാശാലയിൽ SFI അഴിച്ചുവിടുന്ന ചില പ്രതിഷേധ മുറകളുണ്ട്. അത് പലപ്പോഴും അധ്യാപകന്മാരെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. നേരത്തെ ഈ ഗീതാകുമാരി എന്ന് പറയുന്നത് SFIയോട് ഏറെ അടുപ്പമുള്ള ഒരു VC ആയിരുന്നു. അവരെ പിരിച്ചുവിട്ടതിന്റെ പ്രതികാര നടപടി, അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് നീക്കം ചെയ്തതിന്റെ പ്രതികാര നടപടി എന്നുള്ള രീതിയിലാണ് സിസ തോമസിനെതിരായിട്ടുള്ള എല്ലാ കയ്യേറ്റ ശ്രമങ്ങളും SFI നടത്തുന്നത്. വിനോദ്, ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെ ശക്തമായി പ്രതിരോധിക്കും, അല്ലെ ഇതിനെതിരെ ശക്തമായ പൊതുജന വികാരം ഉണർത്തുമെന്നുള്ള വാർത്തയാണ് സംസ്ഥാന സെക്രട്ടറി ശ്രീ യദു കൃഷ്ണൻ പങ്കുവെക്കുന്നത്. സ്വാഭാവികമായും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം ഇന്ന് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? എവിടെയാണ് VC പങ്കെടുക്കുന്ന യോഗം നടക്കുക? ഡോക്ടർ സിസ തോമസിൻ്റെ പ്രതികരണവും നമ്മൾ ഈ വാർത്തയിലേക്ക് തേടുന്നുണ്ട്. രേഷ്മ ബാബു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം അത് എപ്പോഴുണ്ടാകുമെന്നാണ് കരുതുന്നത്? വിനോദ്, 11:30 ഫിസാറ്റിൽ ഒരു പ്രോഗ്രാം ഉണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ. അതോടൊപ്പം തന്നെ സിസ തോമസും ഒരുമിച്ച് പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. KTUവിൻ്റെ ഇൻഡക്ഷൻ പ്രോഗ്രാമാണ്. അതിൽ ഒരുപക്ഷെ റോജി എം ജോണിൻ്റെ പ്രതികരണം ഉണ്ടായേക്ക് നമ്മൾ തേടുന്നുണ്ട്. സിസ തോമസിനോട് ഇന്ന് രാവിലെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. അതായത് നേരത്തെ ഈ കാലടി സർവകലാശാല ക്യാമ്പസിനുള്ളിൽ ചില അരക്ഷിതമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ചില കുട്ടികൾ, ചില വിദ്യാർത്ഥികൾ അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ചില ദുസ്വാതന്ത്ര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് പക്ഷേ സിസ തോമസ് വന്നതോടുകൂടി അതിനൊക്കെ തന്നെ ചില അവസാനങ്ങൾ ഉണ്ടായി. അതിൽ ഉള്ള ഒരു പ്രതികാര നടപടിയാണ് ഇപ്പോൾ SFIക്കാർ തനിക്കെതിരെ നടത്തുന്നത് എന്നുള്ളതാണ്. അതിൽ പിന്നെ ചില തൽപര കക്ഷികളുണ്ട്. ആ തൽപര കക്ഷികൾക്ക് വേണ്ടി SFI ഇത്തരത്തിലുള്ള ആഭാസ സമരങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ഇതിലൊരു കൃത്യമായിട്ടുള്ള നടപടികൾ വേണം, അതിൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി, അല്ലെങ്കിൽ അത്തരമൊരു പ്രതികരണവും മറുപടിയുമാണ് സിസ തോമസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇന്ന് ക്യാമ്പസിലേക്ക് സിസ തോമസ് എത്തില്ല, മറിച്ച് ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ച ശേഷമായിരിക്കും അവർ ക്യാമ്പസിൽ പ്രവേശിക്കുക. വലിയ പ്രതിഷേധമാണ് ഈ സമര മുറകളോട്, SFIയുടെ ഇത്തരം വളരെ കാടത്തപരമായ ഇത്തരം സമര മുറകളോട് ഉയർന്നു വരുന്നത്. നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. SFIയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഈ നടത്തിയ സമര രീതി ശരിയാണ് എന്നുള്ള നിലപാട് തന്നെയാണോ ഇപ്പോഴും പിന്തുടരുന്നത്? അവർ ഈ സമര രീതിയെ ഏത് തരത്തിൽ വ്യാഖ്യാനിക്കാനാണ് ശ്രമിക്കുന്നത്? ശ്രീ രേഷ്മ ബാബു. വിനോദ്, കേവലം പ്രതിഷേധങ്ങളുടെ പേരിൽ നടത്തിയ ഒരു സമരം, അങ്ങനെയാണ് SFI ഈ സമരമുറയെ വ്യാഖ്യാനിക്കുന്നത്. ഈ കാലടി സർവകലാശാലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് SFI നടത്തിവരുന്ന ചില അരക്ഷിത പ്രവർത്തനങ്ങളുണ്ട്. അതായത് സർവകലാശാല ക്യാമ്പസ് ഹോസ്റ്റലിലേക്കൊക്കെ തന്നെ രാത്രിയിൽ പുറത്തു നിന്നും ആളുകളെ വിളിച്ചു കയറ്റുക, അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവിടെ നടന്നു വന്നിരുന്നതാണ്. അതിനിടയിൽ ആ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യമൊക്കെ തന്നെ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാട് സിസ തോമസ് ഉൾപ്പെടെ നടത്തുകയും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത് തന്നെയാണ് ഇത്തരമൊരു ശവസംസ്കാര ചടങ്ങ് നടത്താനായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്. പ്രതിഷേധ സമരം എന്നൊക്കെ തന്നെയാണ് SFI പറയുന്നത്. പക്ഷേ നമുക്കറിയാം അന്ത്യകർമ്മങ്ങൾ ഏത് വിധത്തിലാണ് നമ്മളൊക്കെ തന്നെ കാണുന്നത് എന്നത്. അങ്ങനെ വെറുതെ നടത്തുവാൻ പാടുള്ളതല്ല, അത് ആരും ആഗ്രഹിക്കുന്നതുമല്ല. പക്ഷേ SFIക്കാർ ഈ അന്ത്യകർമ്മങ്ങൾ നടത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്നത്, അത് വിളിച്ചു പറയാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്, അതായത് ആശയ സംവാദങ്ങൾക്കപ്പുറത്ത്
തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്താത്ത പക്ഷം കൊലപ്പെടുത്തുമെന്നുള്ളൊരു ഭീഷണി തന്നെയാണ് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഒരു VC-ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്, അതും ഒരു അധ്യാപികയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നടപടി വേണമെന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിസ തോമസ്. SFIയെ സംബന്ധിച്ച് കേവലം ഒരു കേസിലൊന്നും ഒതുങ്ങില്ല. കാരണം നേരത്തെ വർഷങ്ങളായിട്ട് ഇവർ എല്ലാ ക്യാമ്പസുകളിലും സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. തങ്ങളുടെ ഇഷ്ടത്തിന് വഴങ്ങാത്ത അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കാത്ത പ്രിൻസിപ്പളുമാരുടെ അവരുടെ കസേര കത്തിക്കുക, അതോടൊപ്പം തന്നെ അവർക്ക് ശവക്കലറി ഒരുക്കുക, ഇപ്പോഴിതാ അവരുടെ അന്ത്യകർമ്മങ്ങൾ അവരുടെ തന്നെ മതാചാര അടിസ്ഥാനത്തിൽ നടത്തുക. ഇതൊക്കെ തന്നെ അവരെ കൊലപ്പെടുത്തുമെന്നുള്ള ഒരു ഭീഷണി തന്നെയാണ് ഉന്നയിക്കുന്നത്. SFIയുടെ നേതാക്കന്മാരൊന്നും തന്നെ ഇത് സംബന്ധിച്ച് പ്രതികരണമൊന്നും തന്നെ നടത്തിയിട്ടില്ല. എന്തായാലും SFIയുടെ ഇത്തരമുള്ള നടപടികളൊന്നും തന്നെ വെച്ചു പൊറപ്പിക്കില്ല എന്നുള്ള കർശനമായിട്ടുള്ള താക്കീതും അതിലുള്ള മുന്നറിയിപ്പും സിസ തോമസ് നൽകി കഴിഞ്ഞു. എന്തായാലും അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ തന്നെ അവരുടെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനായിട്ടുള്ളത്? പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ക്യാമ്പസിൽ SFIയുടെ ഇത്തരത്തിലുള്ള കുത്തഴിഞ്ഞൊരു സമരാഭാസം നടക്കുന്നുണ്ടെങ്കിൽ അതിൽ വിദ്യാഭ്യാസ വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും SFIക്കാരും തമ്മിൽ ഒത്തുചേർന്നുകൊണ്ടാണോ ഇത്തരത്തിലുള്ള സമരമുറകൾ അഴിച്ചുവിടുന്നത് എന്നുള്ള കാര്യത്തിലും മന്ത്രി മറുപടി പറഞ്ഞേ തീരൂ. വ്യക്തമാണ്. വേണ്ടി വന്നാൽ കൊലപ്പെടുത്തുമെന്നുള്ള കൊലവിളി തന്നെയാണ് ഇത്തരം സമരമുറകളിലൂടെ SFI മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സർവകലാശാല വൈസ് ചാൻസലറുടെ ശവസംസ്കാര കർമ്മങ്ങൾ ക്യാമ്പസിനുള്ളിൽ നടത്താനുള്ള കാടത്തപരമായ സമരരീതി SFI ഇപ്പോഴും പിന്തുടരുന്നത്. വലിയ പ്രതിഷേധമാണ് ഈ ഗുരുനിന്ദക്കെതിരെ കേരളത്തിൽ ഉയർന്നു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.